ഒരാൾ ഒരു മക്കളുടെ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. ഈ വീഡിയോ ഞാൻ ഇന്ന് കണ്ടതാണ്. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു വീഡിയോ ആയിട്ട് എനിക്ക് ഇതിനെ തോന്നി. കാരണം വെച്ചാല് എനിക്ക് പറയാനുള്ളത് എല്ലാ നാട്ടിലും ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാവും. ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാത്ത ആൾക്കാർ എല്ലാ നാട്ടിലുണ്ടാവും. അപ്പൊ അവര് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഏരിയയിൽ പിന്നെ ലഹരി ഉണ്ടാവില്ല. ഇന്ന സ്ഥലമൊന്നുമില്ല, അതായത് ഇന്ന നാടൊന്നുമില്ല, എല്ലാം ഏത് ജില്ല എന്നില്ല, എല്ലാം എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം ഉപയോഗിക്കാത്ത ആൾക്കാരെല്ലാം കൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. എന്നാലും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ നാടിന്റെ ഏരിയയിലോട്ട് ഈ പറഞ്ഞ ലഹരി വരത്തില്ല. ഇതിങ്ങനെ എല്ലാ നാട്ടിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലമേ കിട്ടത്തില്ല, അവരതിന് നോക്കത്തില്ല, പിന്നെ അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും, ഇതിനുള്ള ഡിമാൻഡ് കുറയും. അപ്പൊ അങ്ങനെയുള്ള ഒരുപക്ഷെ നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. നമ്മുടെ നാട്ടിലെ ലഹരി നമ്മായിട്ട് ബലിക്കുന്നില്ല. നമ്മുടെ നാട്ടിലത്ത് വേറെ ആള് ബലിക്കല് ബസ്സിൽ ഭയങ്കര ലഹരി രാത്രി കഞ്ചാവ് ഇതെല്ലാം കൊണ്ടുകൊടുക്കുന്നുണ്ട് രാത്രി. പിന്നെ ആടെ ഞമ്മ വെറുതെ കുറച്ച് ഞമ്മ ചായ പിടിക്കാനോ കുറച്ച് കഥ പറയാൻ വേണ്ടിട്ട് ആടെ ഇരുന്നിട്ടുണ്ടാവും. നമ്മളാണ് പോലീസുകാർ എക്സൈസുകാർ അത് ഫുൾ ടൈം ചെക്ക് ആക്കുന്നത്. പിന്നെ പുറത്തു വന്നിട്ട് നമ്മളെ അലമ്പാക്കുന്നതും കുറേ ബുദ്ധിമുട്ടാണ്. അതെന്തെന്ന് വെച്ചാല് നമുക്ക് രാത്രി അവിടെ നിൽക്കാൻ പറ്റില്ല. 10 മണി വരെ എങ്കിൽ നമ്മളെ നാട്ടിൽ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, പിന്നെ നമ്മ അവിടെ നിൽക്കണ്ടേ.